ഒരു സങ്കടമുണ്ട്. എന്താ? ഔസേപ്പച്ചൻ സാറ് പോവാണ്. എന്തൊരു സന്തോഷം. അതെന്തായിരുന്നു ഒരു അട്ടഹാസം? അപ്പൊ ഇത്രയും നേരം നമ്മളെ സഹിച്ചു പിടിരുന്നതാ എന്റെ പ്രിയ സാർ എന്തായിരുന്നു സാർ അത്? ഞങ്ങൾ വിചാരിച്ചു സാറ് അവസാനിപ്പോ കരയൊന്നും. സാർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ ഉള്ള ഈ ഒരു ജേർണി? എന്താ പറയാ, ഒന്നാമത് കുട്ടികളെല്ലാവരും ഗംഭീരമായിട്ട് പാടുന്നു. നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് പോവാണ്. ഇതിപ്പോ ഭാഗ്യത്തിന് ഞാൻ പോകുമ്പോ ചിരിച്ചു കയറുന്നില്ല. ഇവരെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതില് നമുക്ക് കൈ കഴുകി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയാലോ എന്ന് ഞാൻ ആശ്വസിച്ചു. കാരണം ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. ഇറ്റ് ഇസ് സോ ടഫ്, കോമ്പറ്റീറ്റീവ്. പിന്നെ ചില ഭാഗ്യക്കേട് കൊണ്ട് ചിലരുടെ സ്വരത്തിന്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജിന്റെ ഫിസിക്കൽ, അത് ഓഫ് ദ അത് നയമാണല്ലോ, ലോകത്തിന്റെ നേച്ചറിന്റെ നിയമമാണ്. അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ മ്യൂസിക്കൽ അറിവ്, മ്യൂസിക്കൽ നോളജ് ഈസ് വെരി ഗുഡ്, എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഐ വാസ് സോ ഇംപ്രസ്ഡ്. പിന്നെ പറയണോ, നമ്മുടെ ജഡ്ജസ് 2 പേര്, അയ്യോ, ഞാൻ ഈ എൻ്റെ ഒരു ഏജിന് എനിക്ക് ഐ ഫെൽറ്റ് വെരി ഹെൽത്തി ആൻഡ് എനർജറ്റിക് ദീസ് ഡേയ്സ് വെൻ ഐ വാസ് സിറ്റിംഗ് വിത്ത് ദം. താങ്ക് യു സർ. ഇനിയൊരു ഡേ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് മാറി പോകാം. എനിക്ക് അറിഞ്ഞൂടാ, എത്തി വരുന്നുണ്ട്. അല്ല, ഇനി അത് വേറെ ലെവലിലേക്കൊക്കെ മാറുക, കാരണം അത്രയും ഇൻസ്പയറിംഗ് ആണ്. പിന്നെ പതിവില്ലാതെ ഓർക്കസ്ട്ര ലൈവായിട്ട് വായിക്കുന്നത്. ഞാൻ ആ തബലക്കാരെ കുറിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏത് പാട്ടിനാണെന്ന് അറിയില്ല, തബല നമ്മുടെ നോൺ ഫിലിമി സോങ് അതൊക്കെ അവർ ഫുള്ളായിട്ട് വായിക്കുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല. ഏതോ ഒരു പാട്ടില്, രവിയേട്ടന്റെ പാട്ടിലാണ്, അത് ഞാൻ പറയാലോ, രവിയേട്ടന്റെ ആ പാട്ട് ഗംഭീര പാട്ട്, ദാസേട്ടൻ പാടി പൊളിച്ചടക്കിയ പാട്ടാണ്. അതിൽ തബലയാണ് കുറേ നേരം വായിക്കുന്നത്, തബല. അതിനുശേഷമാണ് ആ പാട്ടൊക്കെ വരുന്നത്. എനിക്ക് ആ പാട്ട് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ അത് കേട്ടിട്ടുണ്ട്. അത് തബല മദ്രാസിലത്തെ വലിയ പ്ലെയേഴ്സൊക്കെ വായിച്ചിട്ടുള്ളതാ. പക്ഷെ അതിനേക്കാൾ മനോഹരമായിട്ട് ഗ്രിഡിലിട്ട പോലെ, അതായത് പെർഫെക്റ്റ്, ആ കാലപ്രമാണമൊക്കെ കറക്റ്റ്, ഒരാളുടെ അവർ ഒരുമിച്ച് വായിക്കുന്നത് ഉള്ള കാര്യമാണത്. നിങ്ങൾ ആ റെക്കോർഡിങ്ങിന് വായിച്ചിരുന്ന ഇതിന് നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും മനോഹരമായിരുന്നു. ഫ്ലൂട്ടായാലും, പിന്നെ ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ കീബോർഡ്, ഞാൻ ഈ കീബോർഡ് പ്ലെയറിന്റെ എൻ്റെ പ്രോഗ്രാമിനൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വായിക്കുമെന്നും ഇങ്ങനെ മാനുവലായിട്ട് വായിച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിപ്പോഴാണ് കാണുന്നത്. കാരണം എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു 25 പാട്ട് ഒരു ഗാനമേളയ്ക്ക് വായിക്കുമ്പോൾ അത് പഠിച്ച് വായിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതല്ല, ഡെയിലി എത്ര പാട്ടുകളാണ് വായിച്ചു കൂട്ടുന്നത്. അതിലൊക്കെ കുറേയൊക്കെ മാനുവലി ആയിട്ടും കുറച്ചൊക്കെ സപ്പോർട്ടിന് പറ്റാത്തത് ഫീഡ് ചെയ്തിട്ട് ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുള്ളി ഹീസ് ഹാൻഡ്ലിങ് ഇറ്റ്. ആൻഡ് ബാക്കി വേറെ ഗിറ്റാറ്, ബേസ് ഗിറ്റാറ്, വയലൻസ് ഞാൻ പറഞ്ഞല്ലോ, വയലൻസ് അവർ പൊളിച്ചു. പിന്നെ ഫ്ലൂട്ട് എല്ലാം. പിന്നെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തത് പാർവതിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ആൻഡ് ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ ഡീൽ ചെയ്യുന്നത് എന്തു മനോഹരമായിട്ടാണ് പാർവതി അത് ചെയ്യുന്നത്. എനിക്കിവിടെ നേരം പോകുന്നത്, അതായത് ഓരോ ദിനം ഒരു അഭിനയിക്കുകയല്ല, വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. പിന്നെ ഇതിൻ്റെ സെറ്റും ഇതിൻ്റെ ഡയറക്ടറുടെ എന്തെന്നാ പറയുക, ഹീ ഈസ് ലിവിങ് ഇറ്റ് ടു ദ പീപ്പിൾ ഹൂ ക്രിയേറ്റ്. അനാവശ്യമായിട്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇത് വേണം, ഒന്നും പറയില്ല. അദ്ദേഹത്തിന് കിട്ടുന്നത് കിട്ടുമ്പോൾ വെറുതെ നമ്മളെ ആരെയും ശല്യപ്പെടുത്താതെ മനോഹരമായിട്ട് ഇങ്ങനെ തട്ടി കാര്യങ്ങൾ അങ്ങോട്ട് മേടിച്ച് അതെടുത്ത് എഡിറ്റ് ചെയ്ത് മനോഹരമായിട്ട് ഇനി പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മുടെ സതീഷ് ഏട്ടൻ. അല്ല, സതീഷ് മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഇങ്ങോട്ട് വരാത്ത ഇടയ്ക്കൊക്കെ വരും. ഇത് ഭയങ്കര എൻജോയ്ഡ് എ ലോട്ട്. ഐ ആം സോ ഹാപ്പി. യെസ്, താങ്ക് യു സോ മച്ച് സാർ, സമയം കണ്ടെത്തി നമ്മുടെ ഈ ഒരു വേദിയിൽ വന്നതിനും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നിങ്ങളെ പോലെയുള്ള ലെജൻസിനെയൊക്കെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെയാണ് കാണാൻ പറ്റുന്നത്, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോ അത് പറഞ്ഞു അതിൽ ഒരു വാക്ക് മാത്രം മാറ്റിക്കോട്ടെ. ലെജൻസ് എന്നൊന്നും പറയല്ലേ. ലെജൻസ് ഒക്കെ പോയി. ലെജൻസ് ഒന്നുമില്ല, അവരൊക്കെ പോയി. അവരുടെ പണികളൊക്കെ വൃത്തിയായിട്ട് 100% കഴിഞ്ഞപ്പോൾ അവരൊക്കെ ദൈവം വിളിച്ചു. മതി, നിങ്ങൾ പൂർണ്ണമായി. ഞാൻ ഈ പൂർണ്ണമാക്കാത്തത് കൊണ്ടാണ് നീ ശരിയാവുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ ഒപ്പത്തിലുള്ളതും എൻ്റെ താഴെയുള്ളവരൊക്കെ പോയി, കുറേ എണ്ണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ലെജൻഡ് അല്ല, മ്യൂസിക് ലവർ. ഓക്കെ, അപ്പൊ ഇനി സമയം കണ്ടെത്തുമ്പോ സാർ വരണം. ഓക്കെ, കണ്ടെത്തി വരണം. തീർച്ചയായിട്ടും വരും.